ഇനി ഇറങ്ങണം. അയ്യോ ഇതിലെനിക്ക് പണി തന്നതാണെന്ന് തോന്നുന്നു. ഈ സാധനം ഞാൻ പരീക്ഷിച്ചിട്ടില്ല. ഞാൻ ചോദിച്ച ചോദ്യമൊക്കെ കാര്യമായിട്ട് ചോദിച്ചാണ്. അല്ല, ഇത് നമ്മൾ പരീക്ഷിക്കുന്ന മാത്രമല്ല, ഇത് നോക്കണ്ടേ, ഇത് ഗുണമുണ്ടോ ദോഷമുണ്ടോ, ഗുണമാണോ എന്താണെന്ന് നമ്മൾ വ്യക്തമായി നോക്കണ്ടേ. ഒരു മരുന്ന് ചെടി എടുക്കുമ്പോൾ ആ മരുന്ന് ചെടിയുടെ മണവും നമ്മൾ വെറുതെ ആരെങ്കിലും പറഞ്ഞു കേട്ടില്ല, നമ്മൾ അനുഭവസ്ഥരാണ്. അപ്പൊ അനുഭവത്തിലൂടെയാണ് നമ്മളൊരു ചെടിയെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായ. ഇതൊരു വല്ലാത്ത അനുഭവമായി പോയി കേട്ടോ. വേപ്പിലേക്ക് കാണത്തില്ല ഈ കയ്പ്. ഇത് നോക്കിയോ, ഇത് മണത്ത് നോക്കിയോ. വെളുത്തുള്ളിയിലെ ഗ്യാസ് ഉണ്ടോ? അതെ ഉണ്ട്. വെളുത്തുള്ളിയിലെ ഗ്യാസ് എന്ന് വെച്ചാൽ സർപ്പവിഷത്തിന് ഏറ്റവും ഫലപ്രദമായ സാധനമാണ്. ഓക്കെ. അപ്പൊ ഈ വെളുത്തുള്ളി ചരച്ചിട്ട സർപ്പങ്ങൾ പോകുന്ന പറയുന്നത് കറക്റ്റ് ആണോ? സർപ്പങ്ങൾ പോകുന്നു. ഇത് വെച്ച് പിടിപ്പിച്ചാൽ മതി. ഇത് വെച്ച് പിടിപ്പിച്ചാൽ മതി. വീട്ടിൽ പാമ്പ് ശല്യം ഉണ്ടെങ്കിൽ ഈ ചെടി വെച്ച്. ഇതിന്റെ പേര് തന്നെ പറയും നാഗപ്പച്ച എന്നൊക്കെ പറയും. നാഗപ്പച്ച. ഇതെവിടെ മേടിക്കാൻ കിട്ടും? ഇത് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതിന്റെ ഒരു കമ്പ് മുറിച്ചുകൊണ്ട് നട്ടാ മതി. ഓക്കെ. ആരെങ്കിലും ഇനി വൈദ്യരുടെ അടുത്ത് വന്നത് ചോദിച്ചാൽ കൊടുക്കുവോ? പിന്നെന്ത് കൊടുക്കും, ആവശ്യമുള്ള സാധനം കൊടുക്കും. നോക്കിയോളൂ. പിന്നെ എന്തെന്നാണ് ചോദിച്ചത്? നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വൈദ്യരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. വിളിച്ചു കഴിഞ്ഞാൽ ഇത് നോക്കിയോളൂ. ഇതിന്റെ അതായത് ഈ പ്രകൃതിയിൽ നമ്മൾ കാണുന്ന സാധനം ഇലകൾക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് നമ്മൾ തെളിയിക്കുക. ഇതിപ്പോ വെളുത്തുള്ളി അല്ലേ? ഇതിന്റെ നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ടില്ല, പക്ഷെ ഇത് വെളുത്തുള്ളിയുടെ മണമുണ്ടാകും. അതെ അതെ അതെ. അപ്പൊ ഇനി അടുത്ത് കാണിക്കാൻ പോണത് അതുപോലെ ഒരു ഇലയാണ്. നമ്മുടെ ചേമ്പല്ലേ നട്ടു വെച്ചേക്കുന്നത്? അത് ചേമ്പ്. അത് വേറൊരു ഇല ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇത് മൈലാഞ്ചി അല്ലേ? മൈലാഞ്ചി. ഏത്? ഇത് അത് മൈലാഞ്ചി. വേറൊരു ഇല കാണിക്കാൻ വേണ്ടിയാ. ഈ ഇല ഒരു ഇലയുടെ മണം നമ്മൾ കണ്ടല്ലോ. അത് വേറൊരു ഇലയുടെ മണത്ത് നോക്കിക്കോളൂ. പറയും അതുപോലെയാണ്. മണത്ത് നോക്കിക്കോളൂ. കറിവേപ്പിലയ്ക്ക് പകരമുള്ള കറിവേപ്പിലിന്റെ മണം. ഇപ്പൊ കറിവേപ്പില നമുക്ക് കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ ഇതെടുത്ത് നമുക്ക് അരച്ചിട്ടാൽ മതി. പക്ഷേ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ആളുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇത് എടുക്കുന്നുണ്ട്. അടപതിയൻ എന്ന് പറഞ്ഞാണ് എടുക്കുന്നത്. അടപതിയൻ കിഴങ്ങെന്ന് പറഞ്ഞ സാധനമുണ്ട് ആയുർവേദത്തിൽ. പക്ഷെ അടപതിയൻ എന്നും പറഞ്ഞ് ഈ അങ്ങാടിയിൽ എടുക്കുന്ന മിക്ക മരുന്നുകളും ഇതിന്റെ വേരാണ് എടുക്കുന്നത്. ഇത് കിഴങ്ങ് പോലിരിക്കും, പക്ഷെ ഇത് അടപതിയനല്ല. അടപതിയൻ എന്ന് പറഞ്ഞ സാധനം വെച്ചാൽ പിന്നെ ഓരോ ചീനിക്കിഴങ്ങ് പോലിരിക്കും. അത് അവിടെ ചെറിയ കിഴങ്ങും അവിടെ വേരുമാണ്. മനസ്സിലായി. അതാണ് ഈ അടപതിയൻ. പക്ഷെ ഇതങ്ങനെയല്ല, മൊത്തം വേരാണ്. ഒറ്റ നോട്ടത്തിൽ കണ്ട അടപതിയനെ പോലെ ഇരിക്കുമെങ്കിലും സാധാരണ അടപതിയനല്ല. മാർക്കറ്റിൽ പോയി ശ്രദ്ധിക്കണം. ഏതൊരു സാധനം വാങ്ങിക്കുമ്പോഴും മാർക്കറ്റിൽ പോകും. ഇത് കഴിച്ചു നോക്കാമോ നമുക്ക്? കഴിക്കാൻ പ്രശ്നമൊന്നുമില്ല. കറിവേപ്പിലയുടെ ഒരു രുചിയാണ്. അതെ. ഇത് ചേമ്പ് നമ്മുടെ വീട്ടാവശ്യത്തിനാണോ? ചേമ്പ് വീട്ടാവശ്യത്തിനുള്ളതാണ്. പിന്നെ ഇനി അങ്ങോട്ടുള്ള സാധനങ്ങൾ അത് അങ്ങോട്ട് ഇഷ്ടംപോലെ ചെടിയുണ്ട് അങ്ങോട്ട്. അതുപോലെ തന്നെ പാൽമുതക്കൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പാൽമുതക്കൻ കാണിച്ചു തരാം. ഇങ്ങോട്ട്. ഇതെന്താ വെച്ചാൽ ഇത് ആടലോടകം. നമ്മൾ സാധാരണ ആടലോടകം നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതെന്താണെന്നാൽ ഇതാണ് ചിറ്റാടലോടകം എന്ന് പറഞ്ഞ സാധനം. അടലോടകത്തിന് കയ്പല്ലേ? അടലോടകത്തിന്റെ ഇല കയ്പാണ്. ഇതിന് ഔഷധ മൂല്യം കൂടുതലുള്ളത് ഈ സാധനത്തിനാണ്. നീല പൂവായിരിക്കും ഈ സാധനത്തിൽ. ഉണക്കി പൊടിച്ച് ചുമയുടെ മരുന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് ചുമയുടെ മരുന്നായിട്ട്. ഇത് മാത്രമല്ല, ഈ സാധനം എടുക്കണം. അവിടെ നിൽക്കണം. ഇതെടുക്കണം. ഇതെന്നെ കിരിയാത്തെന്ന് പറയും. കിരിയാത്ത് നല്ല പേരാട്ടോ. ഇത് നിലവേപ്പെന്നും പറയും, കിരിയാത്തെന്നും പറയും ഈ സാധനം. ഇതിന്റെ ഒരു ശകലമാണെങ്കിൽ ചവച്ച് നോക്കിക്കോളൂ. ഗുണമുണ്ടെങ്കിൽ മാത്രമേ ഇത് അംഗീകരിച്ചാൽ മതി. ഇതാ നോക്കിക്കോളൂ. നല്ല കയ്പുണ്ട്. ഓരോ ഇലയ്ക്കും അങ്ങനെയാണ്. ചില ഇല മധുരമായിരിക്കും, ചിലത് കയ്പായിരിക്കും, ചിലത് തരിപ്പായിരിക്കും. ഈ ഔഷധ ചെടികളെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. പിന്നെ അയ്യോ ഇതിലെനിക്ക് പണി തന്നതാണെന്ന് തോന്നുന്നു. ഈ സാധനം ഞാൻ പരീക്ഷിച്ചിട്ടില്ല. ഞാൻ ചോദിച്ച ചോദ്യമൊക്കെ കാര്യമായിട്ട് ചോദിച്ചാണ്. അല്ല, ഇത് നമ്മൾ പരീക്ഷിക്കുന്ന മാത്രമല്ല, ഇത് നോക്കണ്ടേ, ഇത് ഗുണമുണ്ടോ ദോഷമുണ്ടോ, ഗുണമാണോ എന്താണെന്ന് നമ്മൾ വ്യക്തമായി നോക്കണ്ടേ. ഒരു മരുന്ന് ചെടി എടുക്കുമ്പോൾ ആ മരുന്ന് ചെടിയുടെ മണവും നമ്മൾ വെറുതെ ആരെങ്കിലും പറഞ്ഞു കേട്ടില്ല, നമ്മൾ അനുഭവസ്ഥരാണ്. അപ്പൊ അനുഭവത്തിലൂടെയാണ് നമ്മളൊരു ചെടിയെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായ. ഇതൊരു വല്ലാത്ത അനുഭവമായി പോയി കേട്ടോ. വേപ്പിലേക്ക് കാണത്തില്ല ഈ കയ്പ്. ഞാൻ നാക്കെ തൊട്ടതേ ഉള്ളൂ. നാക്കി കൂടെ തൊണ്ടക്കുഴിയിലോട്ട് ഇറങ്ങി പോവാ. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മൾ ഇത് മധുരമുള്ള ഇലയാണെങ്കിൽ അങ്ങനെ നമ്മൾ നാക്കി തൊട്ടാൽ എന്തെങ്കിലും ഒരു മധുരമുള്ള ഇല തരുമോ? അതിന്റെ മധുരമുള്ള ഇലയ്ക്ക് നമുക്ക് വകുപ്പുണ്ടാക്കാം. ഇത് പക്ഷേ ഈ നമുക്ക് എന്താ പറയും, ഈ കയ്പെന്ന് പറഞ്ഞില്ല, ശരിക്ക് പറഞ്ഞാൽ
കഫരോഗം എവിടെ കഫം കെട്ടിക്കിടന്നാൽ ഇതിനെ പിന്നെ ബാഷ്പീകരിച്ച് കളയാൻ എനിക്ക് കഫത്തിന്റെ പ്രശ്നമുണ്ട്, എനിക്ക് വെച്ച് മരുന്ന് തരണം. അതുകൊണ്ടാണ് ഇപ്പൊ തന്നത്. ശരിക്കും പറഞ്ഞാൽ മനസ്സറിഞ്ഞ് മരുന്ന് തന്നത്. മനസ്സറിഞ്ഞ് മരുന്ന് എനിക്കറിയായിരുന്നു, കാരണം ഈ കഫരോഗത്തിന് തരേണ്ട മരുന്ന് ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് തോന്നുന്നത്. കൊണ്ടുപോകാനോട് തരണം, ഇത് വേണ്ട വേറെന്തെങ്കിലും. ഇത് നമ്മൾ വെറുതെ ഞാൻ ഇനി കാര്യട്ടോ ഇത് നമ്മൾ വെറുതെ കഴിച്ചാൽ കഫം മാറും. കഫം മാറും. പച്ചക്ക വെച്ച് കഴിച്ചാൽ മതി. പച്ചയ്ക്ക് കണ്ടമാനം കഴിക്കരുത്. ഒരു ഇല നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇല ഒരു 3 ദിവസം കഴിഞ്ഞാലേ കഴിക്കാവൂ. പിന്നെ അടുത്ത ഇല ഒരു 3 ദിവസം കഴിഞ്ഞാലേ കഴിക്കാവൂ. കാരണം ഈ സാധനം നമുക്ക് ഓപ്പണായിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിനകത്ത് ചില പോയിസന്റെ ഒരു ഇതുകൂടെ ഉണ്ട്. വിഷമാണോ രാവിലെ? പോയിസന്റെ ഇതുകൂടെ ഉണ്ട് ഇത്. അപ്പോൾ അത് പോയിസൺ ഇല്ലാതാക്കണം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്ത് ശകലം കുരുമുളക് കൂടെ ചേർക്കണം. എന്നിട്ട് എന്നോട് പച്ചക്ക് കഴിക്കാൻ പറഞ്ഞു. പച്ചക്ക് ഇപ്പം നമ്മൾ കഴിക്കുകയല്ലേ, അതിന് കാര്യമില്ല. നമ്മളിപ്പോൾ ഈ ഒരിലേൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ഒരു ഇല ഫുള്ളായിട്ട് കഴിച്ചാൽ മാത്രമാണ് അതിന് പ്രശ്നമുള്ളൂ. അപ്പോൾ അതിന്റെ ശകലം എടുത്ത് നമ്മുടെ നാക്കിലിട്ട് രുചിച്ച് നോക്കിയാൽ അതിന്റെ പവർ എങ്ങനെ മനസ്സിലാക്കാൻ. ഇല കഴിച്ചാലുള്ള പവർ എൻ്റെ അപ്പം. അപ്പൊ അതിന്റെ പവർ കുറയ്ക്കണമെങ്കിൽ വേറെ സാധനം കൂടെ ചേർക്കണം. ഇപ്പൊ ഈ ആയുർവേദത്തിൽ ഒന്നുകൂടെ ചേർക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു ഇലയ്ക്ക് പോയിസൺ ഉണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം, എല്ലാ ഋഷീശ്വരന്മാർക്കും അറിയാം അതിന് പോയിസൺ ഉണ്ട്. അപ്പൊ ആ പോയിസനെ ഇല്ലാതാക്കണമെങ്കിൽ മറ്റൊരു ഇല കൂടെ ചേർക്കണം. അങ്ങനെയാണ് പല മരുന്നുകളുടെ കൂട്ടായ്മയായി നമ്മൾ കഷായമായിരുന്നാലും പൊടിച്ചായിരുന്നാലും പൗഡറായിരുന്നാലും ഇങ്ങനെ കൊടുക്കുന്ന ഗുളിയായിരുന്നാലും ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇതിനെ ഒരു എണ്ണത്തിനെ പോസിറ്റീവിനെ നെഗറ്റീവാക്കി കൊടുക്കുക, നെഗറ്റീവിനെ പോസിറ്റീവാക്കി കൊടുക്കുക. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് ആചാര്യന്മാർ കണ്ടുപിടിച്ച് വെച്ചിരിക്കണം. വൈദ്യർ ഇത് പാരമ്പര്യമായിട്ട് പഠിച്ചു വന്നതാണോ പച്ചമരുന്നുകളെ പറ്റി? പാരമ്പര്യമായിട്ട് പഠിച്ചു വന്നത് മാത്രമല്ല, ഞാൻ ഈ ഒരുപാട് ആചാര്യന്മാരുടെ പുറകെ നടന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കാട്ടിൽ പോയി മരുന്നെടുക്കാൻ നമുക്ക് നേരിട്ട് പോകാൻ പറ്റും. പക്ഷേ ഇപ്പം പോകാൻ സ്വപ്പം ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല, രാവിലെ തൊട്ട് ഒരു ആനയുടെ പുറകെ ആയിരുന്നു പരിപാടി. വെളുപ്പാങ്കാലത്ത് ഒരു 3 മണിയായി വീട്ടിൽ വന്നപ്പോൾ. അതെന്താ? ആന നമ്മളെ പുരയിടത്തിറങ്ങി ഒരാളുടെ തെങ്ങ് മറിച്ച് വേറൊരാളുടെ ഇവിടെ നിന്ന് ഒരു നമുക്ക് വേണം എങ്ങോട്ട് പോവാം, നമ്മൾ അങ്ങോട്ടാണ് പോണത്. കാണിച്ചു തരാം. പിന്നെ പേടിക്കണ്ട, ഞാൻ നിൽക്കില്ലേ. എനിക്ക് ഇഷ്ടമാണ്. തന്നെ നമുക്ക് കാണാം കേട്ടോ. ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലത്താണ് വിളിച്ചുകൊണ്ട് വന്നേക്കുന്നത്. അത് നമുക്ക് എനിക്ക് വൈദ്യരെ വിശ്വാസമാണ്. നമുക്ക്